ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാദാ കഹീലു ത്വർഫി ഹാദൽ മുസ്തഫാ ഹാദാ ജസീലുൽ വസ്ഫി ഹാദാ സയ്യിദു. ഹാദാ ഈ മുത്തുനബി കഹീലു ത്വർഫ് കണ്ണ് കുഹലിടപ്പെട്ടവരാണ്, സുറുമടപ്പെട്ടവരാണ്. ഹാദാ ഈ മുത്തുനബി അൽ മുസ്തഫ അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് എന്നോ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഹാദാ ഈ മുത്തുനബി ജസീലുൽ വസ്ഫി അവിടുത്തെ വിശേഷണങ്ങളൊക്കെ വണ്ണമായതാണ്. ഹാദാ അസയ്യിദു ഈ മുത്തുനബി അവരാണ് നേതാവ്. രണ്ട് മാരിഫിയായ അങ്ങനെ മാനട്ടും മുസ്ലിം മാരിഫിയായി കഴിഞ്ഞാൽ ഹാദാ ജമീലുൻ നഅതി ഹാദൽ മുർത്തളാ ഹാദാ മലീഹുൽ വജ്ഹി ഹാദൽ ഔഹദു. ഹാദാ ഈ തിരുനബി ജമീലുൻ നഅതി അവിടുത്തെ വിശേഷണം വളരെ മഞ്ചാക്കപ്പെട്ടതാണ്. ഹാദൽ മുർത്തള ഈ മുത്തുനബി അൽ മുർത്തള തൃപ്തിപ്പെടപ്പെട്ടവരാണ്. ആർക്കും തൃപ്തിയേ ഉണ്ടാവുള്ളൂ. അള്ളാഹുവിൻ്റെ ബന്ധപ്പെട്ട എല്ലാവർക്കും റിള മാത്രമേ ഉള്ളൂ. ഹാദാ മലീഹുൽ വജ്ഹി മുഖം മുഞ്ചുള്ളവരാണ്, മുഖം മിലാഹത്തുള്ളവരാണ്. ഹാദൽ ഔഹദു ഈ നബി ഒറ്റപ്പെട്ടവരാണ്, തുല്യതയില്ലാത്തവരാണ്. പിന്നെ ഹാദാ ഹാദല്ലദീ ഖുലിഅത് അലൈഹി മലാബിസു വനഫായിസു വനഫനദീറുഹു ലാ യൂജദു. ഹാദാ ഈ നബി അല്ലദീ യാതൊരുത്തരാണ് ഖുലിഅത് അലൈഹി മലാബിസു ഖുലിഅത് അലൈഹി ആ നബിയുടെ മേൽ ധരിപ്പിക്കപ്പെട്ടു മലാബിസു പലവിധ വസ്ത്രങ്ങളും അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള ജലീലായ വിശേഷണങ്ങളാകുന്ന വസ്ത്രങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വനഫായിസുൻ അത്ഭുതകരമായ പല കാര്യങ്ങളും ധരിപ്പിക്കപ്പെട്ടു. ഫനദീറുഹു ആയതിനാൽ ആ നബിക്ക് ഒരു തുല്യൻ ലായുജതു എത്തിക്കപ്പെടുകയില്ല, നദീർ എത്തിക്കപ്പെടുകയില്ല. കാലത്ത് മലായികത്തുസ്സമാഇ ബിമസ് അസ്രിഹിം ആകാശലോകത്തുള്ള മാലാഖമാർ പറഞ്ഞു, അവർ മുഴുക്കയും ബി അസ്രിഹിം എന്ന ബി ജമീഹിം നയനമാന അവർ മുഴുവനും പറഞ്ഞു ഉലിദൽ ഹബീബു വമിസ്ലുഹു ലാ യൂലദു. ഹബീബ് ദാ ലോകത്തേക്ക് പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതുപോലുള്ള വ്യക്തിയെ ഈ ലോകം ഇനി ഒരിക്കലും ഒരു ഉമ്മയുടെ ഗർഭാശയത്തിലൊന്നും പ്രസവിക്കപ്പെടാൻ പോകുന്നില്ല, ഇല്ലല്ലോ. അതിനോട് സമാനമായത് മുമ്പ് പ്രസവിക്കപ്പെട്ടിട്ടുമില്ല, ഇനി പ്രസവിക്കപ്പെടുകയും. ബുശ്റാലി ഉമ്മത്തിഹി ബിറുയതി വജ്ഹിഹി ഹാദാ ഹുവൽ ജാഹുൽ അലീമുൽ അസിയദു. ബുശ്റാ സന്തോഷമായ സന്തോഷം മുഴുവനും ലി ഉമ്മത്തിഹി അവിടുത്തെ ഉമ്മത്തിരിക്കാണ്. നമ്മളൊക്കെ ഒരു ഭാഗ്യം. എന്താ ബിറുയതി വജ്ഹിഹി അവിടുത്തെ പൂമുഖം കാണൽ കൊണ്ട്. അവിടുത്തെ ഭൂമുഖം നേരിട്ട് കണ്ട സഹാബാക്കൾ ഇതിൽ സ്വപ്നത്തിൽ കണ്ട ഭാഗ്യവാന്മാർ ഒന്നുമില്ലെങ്കിൽ ഇനി മരിക്കണ നേരത്ത് ആ ഭൂമുഖം കാണും. നാളെ ഭാഗ്യവും അള്ളാഹു നൽകട്ടെ, ഖബറിൽ വെച്ച് കണ്ടും കാണും. നാളെ ഖബറിൽ വെച്ച് കണ്ടും മുത്തനബിൻ്റെ മുഖം കാണിച്ചു കൊടുക്കുമല്ലോ. പിന്നെ ഇതാരാന്ന് ചോദിക്കൂലേ, ഇയാളെ പറ്റി എന്താ വിശ്വാസം എന്നുള്ളത്. മാത്രവുമല്ല നാളെ മശറിൽ നിന്നും എല്ലാവർക്കും കാണാനുള്ളത് എന്ന് ഷഫായത്തിന് ചെല്ലാനുള്ളതും ആ ഭാഗത്തേക്കാണ്. ഏതായാലും നേരിട്ട് കണ്ട സഹാബാക്കൾ ഉണ്ടല്ലോ, അവരോട് സമാനമായൊരു വ്യക്തി ഇനി ഈ ഉമ്മത്തിൽ ആരും വരണ്ടാകാനില്ല. നേരിട്ട് അവരട്ടം ആ മുഖം കണ്ടല്ലോ, അതോടുകൂടി പിന്നെ ഔലിയാക്കും ഒരു കുത്തുബിനും കുത്തുബുൽ അഖ്താബിനും ആ സഹാബി എന്ന പദവിൻ്റെ കീഴ്ക്കേ പിന്നുള്ളൂ. കണ്ടുണ്ടായത് മുത്തബിയുമായിട്ടുള്ള ആ മുഖം കണ്ടു എന്നുള്ളതാണ്. അല്ലാഹ് ഹാദാ ഹുവൽ ജാഹുൽ അലീമുൽ അസിയദു. ഹാദാ മുത്തനബിയുടെ പൂമുഖം കാണുക എന്ന് പറഞ്ഞത് ഹുവൽ ജാഹുൽ അലീം, അത് വല്ലാത്തൊരു ജാഹ് തന്നെയാണ്, വണ്ണമായ ഒരു സ്ഥാനം തന്നെയാണ്. അൽ അസിയദു ഏറ്റവും ഉയർന്നതായ ഉന്നതമായതായ ശരിയല്ലേ. ഒരു കുത്തുബിനും എത്തിപ്പെടാൻ പറ്റാത്ത വല്ലാത്തൊരു ജാഹ് തന്നെയാണ് ആ പൂമുഖം കാണുക എന്ന് പറഞ്ഞത്. വലദതുഹു മഖ്തൂനം വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. വലദതുഹു ആ നബിയെ ആമിന ബി പ്രസവിച്ചു. മഖ്തൂനം മക്ഹൂലൻ അതങ്ങനെ തന്നെ ഹദീസിൽ വാരിതയാണ്. കമാ ജാഅ ഫിൽ ഖബരി സ്വഹീഹിൻ
സഹീഹ് ഹദീസ് അങ്ങനെ വന്നിട്ടുണ്ട്, മുത്തനബി പ്രസവിക്കപ്പെട്ടത് ഖിതാൻ കഴിക്കപ്പെട്ട നിലക്കാണ്. പിന്നെ പുറത്ത് വന്നതിൻ്റെ ശേഷം ചേലാക്രമണം ചെയ്യപ്പെടേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ മക്ഹൂലൻ, കണ്ണിൽ കുഹലിടപ്പെട്ട നിലയിലാണ്, കണ്ണിൽ സുറമിടപ്പെട്ട നിലയിൽ. കമാ ഖദ് ജാഅ ഫിൽ ഖബരി സഹീഹ്, എങ്ങനെ സഹീഹ് ഹദീസാണ്. ഹുവ അൽ മുസ്നദു, കലപ്പട മുതനാബറാക്കണം. ഇതിനെ അങ്ങനെ ആക്കി വെച്ചാൽ അങ്ങേപ്പുറത്തൊക്കെ ദാലിൽ നിന്നുകൊണ്ടാണ് ആ ബെയ്ത്തിൻ്റെ അവസാനം വഖഫ് ചെയ്യുന്നത്. അതുകൊണ്ട് അൽ മുസ്നദി എന്ന് പറയുന്ന സ്ഥലമാണെങ്കിലും അല്ലദീ ഹുവ അൽ മുസ്നദു എന്ന് കളയപ്പെടാൻ എന്ത് ചെയ്യണം, ഒരു മുത്താനെ ഖബറാക്കണം. പിന്നെ സല്ലാ അലൈക അല്ലാഹു യാ അലമൽ ഹുദാ മാനാഹ ത്വയ്റും ഫിൽ ഖുസൂനി യുഗർരിദൂ. സല്ലാ അലൈക, തങ്ങളുടെ മേലിൽ സ്വലാത്ത് വർഷിപ്പിക്കട്ടെ അള്ളാഹു സ്വലാത്ത് വർഷിപ്പിക്കട്ടെ നബിയെ, യാ അലമൽ ഹുദാ, സന്മാർഗത്തിൻ്റെ പതാകയായ നബിയെ, അവിടത്തെ മേൽ അള്ളാഹു സ്വലാത്ത് വർഷിപ്പിക്കട്ടെ. മാനാഹ ത്വയ്റുൻ ഫിൽ ഖുസൂനി യുഗർരിദൂ, മാനാഹ നിയാഹത്ത് നടന്ന കാലത്തോളം, മാനാഹ ത്വയ്റുൻ പക്ഷി കുറുകുന്ന കാലത്തോളം, ഫിൽ ഖുസൂനി മരക്കൊമ്പുകളിൽ, യുഗരിദു ശബ്ദം ഉയർത്തിയതാ നിലയിൽ. ഖിയാമത്ത് വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പക്ഷികൾ ചലിച്ചുകൊണ്ടിരിക്കും. ഏത് കാലത്തും അവിടുത്തെ സ്വലാത്തും സലാത്തും വർഷിപ്പിക്കുമാറാകട്ടെ. കഴിഞ്ഞോ? ഇനി വേറെ അത് കഴിഞ്ഞില്ലേ?